ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, പിന്നെ നോക്കാം. ആരാണീ ഗണേഷ്? പറയാ. ഫ്രണ്ട്. ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? ഫോൺ എടുക്ക, സ്പീക്കർ ഓൺ ചെയ്യ. ഹലോ ഹലോ വിദ്യ, രാത്രി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ നീ എടുക്കാത്തത്? രാത്രി ആ വഴക്കിന് ശേഷം രാഹുൽ നിന്നെന്തെങ്കിലും ചെയ്തു കാണുമെന്ന് ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഹലോ ഹലോ വിദ്യേ, ഞാൻ പിന്നെ എന്താ സംഭവിച്ചത്? ടെൽ മീ പ്ലീസ്. ആരടാ നീ? ആരാടാന്നോ? നീ ആരാടാ? പോലീസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് നരസിംഹം. സോറി സർ, ഞാൻ ഗണേഷ്. ഇപ്പോ വിദ്യ എവിടെയാണുള്ളത്? പോലീസ് കസ്റ്റഡിയില്. No sir, there are no complications. I think I can handle this. Don't worry sir. നമസ്കാരം സർ, ഞാനാണ് ഗണേഷ്. ആ മുറിവ് എങ്ങനെ പറ്റി? നീ എന്താടാ ചെയ്യുന്നത്? സർ, നീ എന്താ ചെയ്യുന്നതെന്ന്? സിവിൽസ് കംപ്ലീറ്റഡ് സർ, വെയിറ്റിംഗ് ഫോർ പോസ്റ്റിംഗ്. ഫ്യൂച്ചർ IPS IAS. സർ, ഞങ്ങളുടെ വിദ്യ എവിടെയാണ്? ഇന്ററഗേഷൻ റൂമില്. എന്താണ് സർ സംഭവിച്ചത്? അവളുടെ ഭർത്താവിനെ അവള് കൊന്നു. രാഹുലിനെ അവള് കൊന്നോ? ഇംപോസിബിൾ, ഇംപോസിബിൾ സർ. ഷീസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ഗേൾ സർ. കൊന്നെന്ന് അവള് എന്നെ സമ്മതിച്ചു. സർ, ഒരു തവണ അവളുമായി എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, 5 minutes. വിദ്യ, ആ ACP പറഞ്ഞത് സത്യമാണോ വിദ്യ? രാഹുലിനെ നീയാണോ കൊന്നത്? ഞാൻ വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിക്കില്ല. പോലീസ് വിശ്വസിച്ചിട്ടുണ്ട്. നീ വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. മണ്ടത്തരം വിളിച്ചു പറയില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. ലോയറുമായിട്ട് സംസാരിച്ച് നിന്നെ ഞാൻ ബെയിലെടുക്കാം. ആദ്യം നീ ചെന്നിട്ട് പരിഭ്രമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് ആ ACPയോട് പറ. പറഞ്ഞ അതിനുശേഷമുള്ള എൻക്വയറിയിൽ നീയാണ് കൊന്നതെന്ന് മനസ്സിലാവും. കളക്ടർ ആവേണ്ട നീ ജയിലിൽ പോയി കിടക്കോ? ഞാൻ എങ്ങനെയാണ് കൊലയാളിയാവുന്നത്? രാഹുലിനെ കൊന്നത് നീ ആയതുകൊണ്ട്. രാഹുലിനെ ഞാൻ കൊന്നോ? അതെ, രാഹുലിനെ കൊന്നിട്ട് നീ മതിൽ ചാടി പോയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത്? ഞാൻ മതില് ചാടി പോയെന്നോ? നിനക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട് വിദ്യേ. രാത്രി എനിക്കുണ്ടായ ദേഷ്യത്തിന് നീ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊന്നേനെ. നീ എന്നെ ചീത്ത പറഞ്ഞിട്ട് പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ രാഹുലിനെ ഞാൻ എങ്ങനെ കൊല്ലാനാണ് വിദ്യേ? അങ്ങനെയാണെങ്കിൽ രാഹുലിനെ കൊലപ്പെടുത്തിയത് നീയല്ലേ? അല്ല, എങ്കിൽ രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടത് ആരായിരുന്നു? എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നിട്ടില്ല സർ. രണ്ടുപേരും ചേർന്ന് നാടകം കളിക്കാണോ? രാഹുലിനെ കൊന്നത് ഞാനാണെന്ന് കരുതി എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവള് സ്വയം കുറ്റം ഏറ്റെടുത്തത്. ഷീസ് ഇന്നസെന്റ്. വേണമെങ്കിൽ ആ കൊലയാളിയെ കിട്ടുന്നത് വരെ എന്നെ കസ്റ്റഡിയിൽ എടുത്തോളൂ സർ. ആ കൊലയാളി ആരെന്ന് അറിയണമെങ്കിൽ ഇന്നലെ രാത്രി ഗണേഷ് പോയതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് പറ.
വിദ്യ! വിദ്യ! ആ! തുറക്കടി! തുറക്കാൻ! കുറച്ചു കഴിഞ്ഞപ്പോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് നിന്നു. പേടിച്ചു വിറച്ച ഞാൻ പുറകിലത്തെ വാതിൽ വഴി പുറത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് ഡ്രോപ്സിനെ ഫോളോ ചെയ്ത് പേടിച്ച് ജനലിനടുത്തേക്ക് ചെന്നപ്പോ ആരോ ഒരാൾ മതിൽ ചാടി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ രക്ഷിക്കാനായി പുറത്തുപോയ ഗണേഷ് തിരിച്ചു വന്ന് രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ജീവിതം നേരത്തെ തന്നെ നശിച്ചുപോയി. ഗണേഷിന്റെ ഭാവിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു.